ഹലോ, ഇന്ന് മാംഗോ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാംഗോയുടെ സീസൺ ആണല്ലോ, അധിക വീടുകളിലും മാംഗോ ഉണ്ടാകും. അപ്പോൾ ഈദിനും ഇഫ്താറിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയൊരു മാംഗോ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാംഗോ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് മാംഗോയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാംഗോ എടുക്കുമ്പോൾ നാരൊന്നും ഇല്ലാത്ത മാംഗോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. അതല്ലെങ്കിൽ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഈക്വൽ മെഷർമെൻറ്റിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് മറ്റൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈയെടുക്കാതെ. പിന്നെ തീയൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. കുറുകി വന്നു കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാംഗോയുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷമാണ് മാംഗോയുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഈ ഒരു കട്ടിയേ ഉണ്ടാകുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മാംഗോയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ 3/4 ഭാഗത്തോളം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാവുന്നതാണ്. ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഡെസേർട്ടിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. അധികം കട്ടിയൊന്നും ഉണ്ടാകില്ല. ഈ ഒരു കുറച്ച് ലൂസായിട്ടാണ് നമുക്കിത് കിട്ടുക. ഇപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കട്ടി വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇത് തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടില്ല, എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഈദിന് ഇഫ്താറിന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മാംഗോ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് റേസിൻസ്, ബ്ലാക്ക് റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാർണിഷിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഡെസേർട്ട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്